Today's video we are talking about the special types of first order partial differential equations. അപ്പോൾ ഈ സ്പെഷ്യൽ ടൈപ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സ്പെഷ്യൽ ടൈപ്സിൽ കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ടൈപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഇൻവോൾവിങ് പി ആൻഡ് ക്യൂ ഓൺലി. ഇത് ക്യാപിറ്റൽ പി ആൻഡ് ക്യാപിറ്റൽ ക്യൂ തന്നെ വേണമെന്നില്ല, സ്മോൾ പി ആൻഡ് സ്മോൾ ക്യൂ ആയാലും കുഴപ്പമൊന്നുമില്ല. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇക്വേഷൻസ് ഇൻവോൾവിങ് പി ആൻഡ് ക്യൂ ഓൺലി. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് ദി ഫോം എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0. അപ്പം നമ്മൾ കൊടുക്കുന്നത് ലെറ്റ് സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ പി ഡി ഡിസ്ക്രൈബ്ഡ് ബൈ എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ പി കാണുന്നിടത്തൊക്കെ, അതായത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണുന്നിടത്തൊക്കെ നമുക്ക് പി കൊടുക്കാം ആൻഡ് ദെൻ പി ഈസ് ഈക്വൽ ടു എ എന്ന് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ ഡോ സെറ്റ് ബൈ ഡോ വൈ കാണുന്നിടത്തൊക്കെ ക്യൂ കൊടുക്കാം ആൻഡ് വി ക്യാൻ ഇക്വേറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു ബി. എന്നിട്ട് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ നമ്മൾ പിക്ക് നമ്മൾ എ എന്നാണ് കൊടുക്കുന്നത്, ക്യൂവിന് ബി എന്നാണ് കൊടുക്കുന്നത്. അത് ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഇക്വേറ്റ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് പി ആൻഡ് ക്യൂ യു പുട്ട് a and b, then we get f of pq ന് പകരം എന്താവും f of ab equal to 0, and then you solve this equation, we get b equal to phi of a and z equal to ax plus phi of a into y plus c is the complete integral. complete integral എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ പി ഡി. നമുക്കൊരു പ്രോബ്ലത്തിൽ കൂടെ പറയാം. പ്രോബ്ലം എങ്ങനെയാണ് വരിക? ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ ഓഫ് ദ പി ഡി പി ക്യൂ ഈക്വൽ ടു 1. പി ഡി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ അഥവാ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി ക്യൂ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പി ക്യൂ ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ അത് ഏത് ഫോമിലാണ്? എഫ് ഓഫ് പി ക്യൂ അല്ലെ, ഈ ഫോർമാറ്റിലാണ്, ടൈപ്പ് 1-ലാണ് കിടക്കുന്നത്. അതാണ് കാരണം. എന്താ, അതിൽ പിയും ക്യൂ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോർമാറ്റാണ്. അപ്പം പി ക്യൂ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ദിസ് ഈസ് ഓഫ് ദ ഫോം എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കും? സെറ്റ് ഈക്വൽ ടു, നമ്മൾ തിയറിയിൽ പറയുന്നുണ്ട്, സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ സൊല്യൂഷൻ്റെ ഫോം ഇതായിരിക്കും. എന്ത്? സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി. അപ്പം പി ക്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പിക്ക് എ എന്നും ക്യൂവിന് എന്ത് കൊടുക്കുക? ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു 1 ആവും. അങ്ങനെയല്ലേ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇഫ് വെനെവർ യു ഗെറ്റ് എ സൊല്യൂഷൻ, യു ഗെറ്റ് എ പി ഡി ഓഫ് ദ ഫോം എഫ് ഓഫ് പി ക്യൂ ഈക്വൽ ടു 0, യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് പി ഈക്വൽ ടു എ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ യു പുട്ട് ബി. അപ്പോൾ ഇവിടെ നിന്ന് പി ഈക്വൽ ടു എ എന്നും ക്യൂ ഈക്വൽ ടു ബി എന്നും കിട്ടി. അപ്പം ക്യൂ ഈക്വൽ ടു ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പിക്ക് എയും ബിക്ക് ക്യൂവിന് ബിയും കൊടുത്താൽ എ ബി ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബി ഈക്വൽ ടു 1/a. അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണ് വരുന്നത്? സൊല്യൂഷൻ്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബിക്ക് പകരം എന്ത് കൊടുക്കുക? എല്ലാം എയുടെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ എല്ലാം ബീൻ്റെ ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് 1/a ഇൻറ്റു വൈ പ്ലസ് സി. ഞാൻ ഒന്നുകൂടി പറയാം. ഈ എഫ് ഓഫ് പി ക്യൂ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ പിക്ക് എ എന്നും ക്യൂക്കിനും ബി എന്നും കൊടുക്കുക. അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ എയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ എല്ലാം ബിയിലേക്ക് മാറ്റുക. ഇവിടെ നമ്മൾ എയിലേക്കാണ് മാറ്റിയത്. ബി ഈക്വൽ ടു 1/a എഴുതി. സൊല്യൂഷൻ്റെ ഫോർമാറ്റ് ഇതായിരിക്കും. അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബിക്ക് പകരം 1/a ഇൻറ്റു വൈ പ്ലസ് സി. ഇതാണിത്. എളുപ്പമാണ് ഇത്, ഈ ടൈപ്പ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ വേറൊരു പ്രോബ്ലം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ കൊടുക്കാം. റൂട്ട് പി പ്ലസ് റൂട്ട് ക്യൂ ഈക്വൽ ടു 1-ന് പി കെ എ ക്യൂന് ബി എന്ന് കൊടുത്തു. ബീനെ 1/√a എന്ന് എഴുതി. എന്നിട്ട് റൂട്ട് ബി ആയിരുന്നു, അപ്പോൾ ബിയിലേക്ക് മാറ്റി എഴുതി. സൊല്യൂഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ആണ്. അവിടെ കൊണ്ട് ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി ഗെറ്റ് ദി ആൻസർ. ഇനി നമുക്ക് വരുന്നത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇക്വേഷൻസ് നോട്ട് ഇൻവോൾവിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് ദി ഫോം എഫ് ഓഫ് സെറ്റ് പി ക്യൂ ഈക്വൽ ടു 0. ഇക്വേഷൻസിൽ എന്തും കൂടി ഉണ്ടാവും? പിയും ക്യൂവും മാത്രമല്ല, സെറ്റും കൂടി. അതായത് ഇക്വേഷൻസ് ഓഫ് ദ ഫോം, ഫങ്ഷൻസ് ഓഫ് ദ ഫോം എഫ് ഓഫ് സെറ്റ് പി ക്യൂ, സെറ്റ് കോമ പി കോമ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ അതിന് ട്രയൽ സൊല്യൂഷൻ ആയിട്ട് ആദ്യം എഴുതുന്നത് വി അസ്യൂം ദാറ്റ് സെറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ വേർ എ ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ വൈ. പി എന്ന് പറയുന്നത് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ്. ഡോ സെറ്റ് ബൈ ഡോ എക്സിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ വേരിയബിളിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഉപയോഗിച്ചിട്ട് ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. അത് കംപ്ലീറ്റ് ഇൻറ്റഗ്രലാണ് വരിക. ഡി സെറ്റ് ബൈ ഡി യു എന്ന് വരും. അപ്പം നമുക്ക് അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത്, അപ്പോൾ പി കാണുന്നിടത്തൊക്കെ നമുക്ക് ഡി സെറ്റ് ബൈ ഡി യു എന്ന് കൊടുക്കാം. അതുപോലെ ക്യൂ കാണുന്നിടത്തൊക്കെ എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് എഫ് ഓഫ്, ഇതാണല്ലോ എഫ് ഓഫ് സെറ്റ് പി ക്യൂ ആണ്. അപ്പം സെറ്റ് ആയിട്ട് തന്നെ എഴുതാം. പിക്ക് പകരം ഡി സെറ്റ് ബൈ ഡി യു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, ഇത് എഴുതുക. പി ഈക്വൽ ടു ഡി സെറ്റ് ബൈ ഡി യു. അതേപോലെ ക്യൂ എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇത് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സോൾവിങ് ഇക്വേഷൻ ഫോർ ഡി സെറ്റ് ബൈ ഡി യു ഫൈ ഓഫ് സെറ്റ് എ ഓർ ഡി സെറ്റ് ബൈ ഫൈ ഓഫ് സെറ്റ് എ ഈസ് ഈക്വൽ ടു ഡി യു. എന്നിട്ട് ഫംഗ്ഷൻ എഴുതുക. എഫ് ഓഫ് സെറ്റ് എ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടതാണ് യു പ്ലസ് സി.
ഇവിടെ ഉണ്ടായിരുന്നു യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ അവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും യു പ്ലസ് സി എക്സ് പ്ലസ് എ വൈ പ്ലസ് സി വിച്ച് ഈസ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ. ഒരു പ്രോബ്ലത്തിൽ കൂടെ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ ഓഫ് പി ഓഫ് 1 പ്ലസ് ക്യൂ ഈക്വൽ ടു ക്യൂ സെറ്റ്. നോക്കൂ, ഇവിടെ പിയും ക്യൂവും മാത്രമല്ല സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലാക്കുക. ടൈപ്പ് 2ൽ എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് സെറ്റ് കോമ പി കോമ ക്യൂ, സെറ്റ് ഉണ്ടാവും, പി ഉണ്ടാവും, ക്യൂ ഉണ്ടാവും. അങ്ങനെയുള്ള പി ഡിക്ക് പറയുന്ന പേര്, പി ഡി ഏത് കാറ്റഗറിയിലാണ് പെടുക? ടൈപ്പ് 2ലാണ് പെടുക. അങ്ങനെ ആകുമ്പോൾ സൊല്യൂഷൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞത്? സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ എന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് us assume that solution is of the form z equal to f of u equal to x plus a y. പിക്ക് എന്ത് കൊടുക്കുക? ഡി സെറ്റ് ബൈ ഡി യു കൊടുക്കുക. ക്യൂവിന് എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. ഏതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? പി ഇൻറ്റു 1 പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സെറ്റ് ആണ്. അപ്പോൾ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ നമ്മൾ പിക്ക് പകരം ഡി സെറ്റ് ബൈ ഡി യു എന്ന് കൊടുക്കുക. 1 പ്ലസ് ക്യൂവിന് പകരം എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു എന്ന് കൊടുക്കുക. ക്യൂ എഗെയിൻ എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു ആണ്. എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു ഇൻറ്റു സെറ്റ് എന്ന് കൊടുക്കാം. അപ്പം 1 പ്ലസ് എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു, ഇവിടെ 2 ഡി സെറ്റ് ബൈ ഡി യു ഉണ്ട്, അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എ സെറ്റ് ആയി. അപ്പോൾ എ ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി യു ഈക്വൽ ടു എ സെറ്റ് മൈനസ് 1 എന്ന് വരും. ആ സമയത്ത് ഇതിങ്ങോട്ട് വന്നില്ലേ? അപ്പോൾ എ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു എ സെറ്റ് മൈനസ് 1 ഇൻറ്റു ഡി യു. ഡി യു ഇങ്ങോട്ടേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ എന്താണ്? എ ഡി സെറ്റ് ബൈ എ സെറ്റ് മൈനസ് 1 ഈക്വൽ ടു ഡി യു എന്ന് വന്നു. നമ്മൾ രണ്ട് ഭാഗത്തും ഇവിടെ സെറ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ യു മാത്രമേ ഉള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് ആണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എ സെറ്റ് മൈനസ് 1 ഈസ് ഈക്വൽ ടു യു പ്ലസ് സി എന്ന് വരും. ഇപ്പോൾ ലോഗ് എ സെറ്റ് മൈനസ് 1 യു എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തായിരുന്നു? എക്സ് പ്ലസ് എ വൈ ആയിരുന്നു യുവിന്. അപ്പം ലോഗ് എ സെറ്റ് മൈനസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ പ്ലസ് സി. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ വരിക. ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ ഓഫ് ദ പി ഡി പി സ്ക്വയർഡ് സെറ്റ് സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് ഈക്വൽ ടു 1. ഇത് ടൈപ്പ് 2ലാണ് പെടുക, കാരണം പി ഉണ്ട്, ക്യൂ ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് 2ൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. ഇത്രയേ ഉള്ളൂ.